ആയിരിക്കാം ഒരുപക്ഷെ വാണിംഗലം വന്നിട്ടുണ്ടാവുക. പി വി അൻവറിനെ കാണുമ്പോൾ സ്വാഭാവികം ഒരു വാണിംഗ് അലാമും കൂടി വരുമ്പോൾ എന്തോ വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നു എന്നായിരിക്കും പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം ആരാണ് നമുക്കൊപ്പം ഉള്ളത് എന്ന് ശ്രദ്ധിക്കണം. അഷ്കറാണ് ഉള്ളത്. അഷ്കറാണ് വാണിംഗ് പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ബ്രേക്കിംഗ് അലാം വന്നു കഴിഞ്ഞു. പി വി അൻവർ ആണ് ആ ചിത്രത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അഷ്കർ അലി ചേരുന്നു. അഷ്കർ, എന്താണ് ഈ ബ്രേക്കിംഗ് വാർത്ത? പി വി അൻവറുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വെളിപ്പെടുത്തലാണോ? അരുൺ, പി വി അൻവർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പി വി അൻവറിന്റെ വീടിന് സുരക്ഷ ഒരുക്കാൻ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി വി അൻവർ നേരത്തെ തന്നെ തന്റെ ജീവനും സ്വത്തിനും കുടുംബത്തിനും ഒക്കെ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് DGPക്ക് പരാതി നൽകിയിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഒരു ഉത്തരവിട്ടിരിക്കുന്നു. അഥവാ നിലമ്പൂർ സബ് ഡിവിഷന്റെ കീഴിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരെ പി വി അൻവറിന്റെ വീടിന് സുരക്ഷയ്ക്കായി നിയോഗിക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുന്നത്. അതിൽ 3 സിവിൽ പോലീസ് ഓഫീസറും അതുപോലെ തന്നെ ഒരു ഓഫീസറും അഥവാ ASI അതെ പി വി അൻവറിന്റെ വീടിന് മുമ്പിൽ പോലീസ് പിക്കറ്റ് പോസ്റ്റ് സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ASI റാങ്കിൽ കുറയാത്ത ഒരു ഓഫീസറും അതുപോലെ തന്നെ 3 സിവിൽ പോലീസറും ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ഉത്തരവ് ഇന്ന് മുതൽ തന്നെ നടപ്പിലാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥർ നിർബന്ധമായി ഉണ്ടായിരിക്കണം. മറ്റ് 3 പോലീസ് ഉദ്യോഗസ്ഥർ നിലമ്പൂർ ഡിവിഷനിലെ സബ് ഡിവിഷന്റെ കീഴിലുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 4 പേരെ നിയോഗിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പി വി അൻവർ താൻ വധിക്കപ്പെടാനോ ഇല്ലെങ്കിൽ തടവിലാക്കപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ട്. തനിക്ക് ഇപ്പോൾ തന്നെ ഭീഷണിയുണ്ട്. കാരണം ADGPക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കുമെതിരെയാണ് താൻ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും തനിക്ക് നേരെ ഭീഷണി ഉണ്ട് എന്ന് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഏത് ഭീഷണി നേരിടാനും താൻ തയ്യാറാണ് എന്നായിരുന്നു പി വി അൻവറിന്റെ പ്രഖ്യാപനം. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് പി വി അൻവർ തോക്കിന് ലൈസൻസിന് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ആ അപേക്ഷയ്ക്ക് ഇല്ലെങ്കിൽ ആ ലൈസൻസ് അപേക്ഷയ്ക്ക് ഇതുവരെ ജില്ലാ കളക്ടർ ഔദ്യോഗികമായി മറുപടി നൽകിയിട്ടില്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസം പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പി വി അൻവർ MLAയുടെ വീടിന് സുരക്ഷ നൽകാൻ വീടിന് സമീപത്ത് ഒരു പോലീസ് പിക്കറ്റ് പോസ്റ്റ് സ്ഥാപിക്കാൻ തന്നെ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഉത്തരവ് നടപ്പിലാക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. 4 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തന്നെ പി വി അൻവറിന്റെ വീടിന് മുന്നിൽ ആ പിക്കറ്റ് പോസ്റ്റ് വന്നേക്കും അല്ലേ? അരുൺ, ഉടൻ തന്നെ വൈകാതെ അടുത്ത സമയത്തിനും അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിക്കറ്റ് പോസ്റ്റ് സ്ഥാപിക്കുമെന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരമാണ് ഇപ്പോൾ പി വി അൻവർ വിളിച്ചിരിക്കുന്ന വിശദീകരണ യോഗം പൊതുസമ്മേളനം നിലമ്പൂർ ചന്തക്കുന്നിൽ നടക്കാൻ പോകുന്നത്. അതിന് മുമ്പ് തന്നെ ഇപ്പോൾ പി വി അൻവറിന് പോലീസ് സുരക്ഷ നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി തന്നെ ജില്ലാ പോലീസ് മേധാവി അതിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പി വി അൻവറിന്റെ സുരക്ഷ വേണമെന്നുള്ള ആവശ്യത്തിന് ഒരു പരാതി നൽകിയിരുന്നു. സുരക്ഷയൊരുക്കാൻ ഇങ്ങനെയൊരു പിക്കറ്റ് പോസ്റ്റ് വേണമെന്നും പോലീസിന് സുരക്ഷ വേണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടിരുന്നു. തോക്കിന്റെ അപേക്ഷയ്ക്കൊപ്പം അങ്ങനെ ഒരു അപേക്ഷ കൂടി കൊടുത്തിരുന്നോ? തോക്കിന് അപേക്ഷയ്ക്കൊപ്പം ജില്ലാ പോലീസ് മേധാവിക്കല്ല, സംസ്ഥാന പോലീസ് മേധാവിക്കാണ് പി വി അൻവർ ഒരു പരാതി നൽകിയിരുന്നത്. ഇത് പിക്കറ്റ് പോസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടല്ല, തൻ്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പി വി അൻവർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് പിക്കറ്റ് പോസ്റ്റ് സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഉത്തരവ് ഇടുകയും ചെയ്തിരിക്കുന്നു. അടുത്ത മണിക്കൂറുകൾ തന്നെ പി വി അൻവറിന്റെ വീടിന് മുമ്പിൽ പിക്കറ്റ് പോസ്റ്റ് സ്ഥാപിക്കുകയും ചെയ്യും. ഇപ്പോൾ അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്. ബിഗ് ബ്രേക്കിംഗ്. പി വി അൻവറിന്റെ വീടിന് മുന്നിൽ പോലീസിന്റെ പിക്കറ്റ് പോസ്റ്റ് വരാൻ പോകുന്നു. 4 പോലീസുകാരടങ്ങുന്ന ഒരു സംഘമായിരിക്കും പി വി അൻവറിന്റെ വീടിന് മുന്നിൽ ഉണ്ടാവുക. പി വി അൻവർ സ്വാഭാവികമായിട്ടും ആരോപിക്കാൻ സാധ്യതയുള്ളത് തന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയാണോ ഈ പോലീസുകാരെ ഇവിടെ ഇട്ടിരിക്കുന്നതെന്നായിരിക്കുമോ? അതല്ല, താൻ കൊടുത്ത പരാതിയുടെ പുറത്ത് ജില്ലാ പോലീസ് മേധാവി തനിക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി പോലീസുകാരെ ഇട്ടിരിക്കുന്നു എന്നായിരിക്കും.